ഹായ് ഓൾ, എല്ലാവർക്കും അമിൻജാസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പതിവ് പോലെ നല്ല ടിപ്സുകൾ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ. നമ്മുടെയൊക്കെ വീടുകളിൽ വല്ലാതെ ശല്യം ചെയ്യുന്ന എലിയെയും പാറ്റയും പല്ലിയൊക്കെ ആട്ടി ഓടിക്കാൻ പറ്റുന്നൊരു കിടിലൻ ടിപ്പാണ് ഞാനിന്ന് ഷെയർ ചെയ്യുന്നത്. അതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ വീട്ടിലുള്ള കഞ്ഞിവെള്ളമാണ് കേട്ടോ. വെറുതെ കളയുന്ന കഞ്ഞിവെള്ളം വെച്ചിട്ട് നമുക്ക് 3 രീതിയിൽ എലിയെയും പെരിച്ചാഴിയൊക്കെ മാറ്റി നിർത്താൻ പറ്റും. വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ നല്ല റിസൾട്ടുള്ള ഈ ഒരു ടിപ്പ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യത്തെ മെത്തേഡിലേക്ക് പോവാം. അതിനായിട്ട് ഞാൻ ഇതുപോലെയുള്ളൊരു ബോക്സാണ് എടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ പാത്രം കഴുകാനൊക്കെ വാങ്ങുന്ന വിംബാർ ഉണ്ടല്ലോ, അതിൻ്റെ കൂടെ കിട്ടിയിട്ടുള്ളതാണ് കേട്ടോ. ഇതിൽ അഴുക്കൊക്കെ ഉണ്ട്. ഞാൻ നന്നായിട്ടൊന്നും കഴുകിയെടുത്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതുപോലെയുള്ള ബോക്സ് ഉണ്ടെങ്കിൽ അതന്നെ എടുക്കുക. അതല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കാത്ത പാത്രങ്ങളുണ്ടെങ്കിൽ അതെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിതന്നെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കഞ്ഞിവെള്ളമാണ്. അപ്പോൾ തലേ ദിവസത്തെ കഞ്ഞിവെള്ളമാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് പുളിച്ചിട്ടുണ്ട്. ആ പുളിച്ചിട്ടുള്ള കഞ്ഞിവെള്ളം തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ. ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് പാരസെറ്റമോളാണ്. അപ്പോൾ ഡോളോ ആണ് ഞാൻ ചേർത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ 500 ആണെങ്കിൽ 1.5 എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതുപോലെയുള്ള പാരസെറ്റമോളൊക്കെ എലിയെ തുരത്താൻ നല്ലൊരു റെമഡി തന്നെയാണ് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാനിത് ഒരു ഓയിൽ കവറിൻ്റെ പീസിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കുത്തിയെടുക്കുന്നുണ്ട്. നല്ല പോലെ തന്നെ പൊടിഞ്ഞ് കിട്ടണം കേട്ടോ, എന്നാൽ മാത്രമേ നമുക്കതിലത് മിക്സായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഞാനിതാ നല്ല പോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയൊരു മിക്സി ഒരു കഞ്ഞിവെള്ളത്തിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഞാനിതാ ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഉടയാത്ത കട്ട പോലെയുള്ള ഭാവമൊക്കെ ഉണ്ട്. നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്, പക്ഷേ അതിൽ മിക്സ് ആയിട്ടില്ല എന്നേ ഉള്ളൂ. അത് ഞാൻ കൈ വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം ഞാൻ എല്ലാം കൂടെ നല്ല പോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരേ ഒരു ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കണം. കർപ്പൂരമാണ് കേട്ടോ അത്. അപ്പോൾ ഞാനിത് സോഫ്റ്റ് ആയിട്ടുള്ള കർപ്പൂരമാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെയുള്ള കർപ്പൂരമാണെങ്കിൽ നമുക്ക് കൈ വെച്ചിട്ട് തന്നെ പൊടിച്ചു കൊടുക്കാൻ പറ്റും. ഹാർഡായിട്ടുള്ള കർപ്പൂരം പൊടിച്ചെടുക്കാൻ കുറച്ച് പാടായിരിക്കും. ഞാനിത് ആ 3 എണ്ണം ഇതിലേക്ക് പൊടിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വീണ്ടും ഞാനിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണേ. നല്ലപോലെ മിക്സ് ചെയ്തിട്ടുള്ള ഈ ഒരു മിക്സ് ഉണ്ടല്ലോ, അതൊരു ബോട്ടിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ നിങ്ങളത് യൂസ് ചെയ്യാം. ഞാൻ എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ടാണ് ഇതുപോലെയുള്ള ഒരു ബോട്ടിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഞാൻ ആകെ എടുത്തിട്ടുള്ളത് 3/4 ഗ്ലാസ് കഞ്ഞിവെള്ളമാണ്. അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് 3 കർപ്പൂരം, ഒരു ഡോളോ കൂടിയാണ് കേട്ടോ. ഇത് 3ഉം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തതിന് ശേഷമാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിത് ബോട്ടിലേക്കൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ലിഡിൽ ഒന്ന് ഹോൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിത് ആ പപ്പടക്കോല് വെച്ചിട്ട് ഒരു 5 ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ എല്ലാ വർക്കും കഴിഞ്ഞതിന് ശേഷം നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്തിട്ട് നമ്മുടെ കൗണ്ടർ ടോപ്പിലൊക്കെ ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മളത് തുടച്ചെടുക്കരുത്, അതുപോലെ തന്നെ നൈറ്റിലിട്ട് വയ്ക്കുക. അപ്പോൾ ഈ ഒരു കർപ്പൂരത്തിൻ്റെ സ്മെല്ലും ആ പുളിച്ച കഞ്ഞിവെള്ളത്തിൻ്റെ സ്മെല്ലും കാരണം അവിടെ പാറ്റയോ പല്ലിയോ ഉറുമ്പോ ഒന്നും വരില്ല കേട്ടോ. അതുപോലെ തന്നെ പല്ലിയും പാറ്റയും കൂറയൊക്കെ വരുന്ന ഒരു ഭാഗം തന്നെയാണ് നമ്മുടെ സിങ്ക്. അപ്പോൾ ഞാൻ സിങ്കൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം സിങ്കിലും ഈ ഒരു മിക്സ് ഒന്ന് നന്നായിട്ട് തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമ്മൾ ടാപ്പ് ഓൺ ചെയ്യരുത്, ഇതുപോലെ ഇട്ട് കൊടുക്കുക. പിന്നെ രാവിലെ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ് കേട്ടോ. ഇനി രണ്ടാമത്തെ മെത്തേഡിലേക്ക് പോവാം. അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് നേരത്തെ നമ്മൾ എടുത്തതിൻ്റെ ബാലൻസ് ഉള്ള പുളിച്ച കഞ്ഞിവെള്ളം തന്നെയാണ്. അപ്പോൾ ഞാൻ വളരെ കുറച്ച് മാത്രമേ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഗോതമ്പ് പൊടിയാണ്. അപ്പോൾ ഈ ഒരു വെള്ളം വെച്ചിട്ട് തന്നെ ആണ് മിക്സ് ചെയ്തെടുക്കുന്നത് കേട്ടോ. വേറെ ഇതിലേക്ക് സാധാരണ വെള്ളമൊന്നും ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. ഈ ഒരു പുളിച്ച കഞ്ഞിവെള്ളം വെച്ചിട്ടാണ് ഞാനിത് മിക്സ് ചെയ്തെടുക്കുന്നത്. ഞാൻ കുറച്ചുകൂടെ കഞ്ഞിവെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ ചപ്പാത്തിക്കൊക്കെ ഉരുളകളാക്കി എടുക്കില്ലേ, ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്കിത് കിട്ടേണ്ടത്. ഇനി ഞാനിതിലേക്ക് സോപ്പ് പൗഡർ കൂടി യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയതാണ്. അപ്പോൾ കുറച്ച് സോപ്പ് പൊടി മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അതും കൂടി വെച്ചിട്ടാണ് ഞാനിത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നത്. നല്ലപോലെ കുഴച്ചെടുത്തതിന് ശേഷം ചെറിയ ചെറിയ ഉരുളകളാക്കിയെടുക്കാം. ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് ഒട്ടും വെള്ളം കൂടി പോകാൻ പാടില്ല. നല്ല ടൈറ്റ് ആയിട്ടുള്ളൊരു ബോളായിട്ട് തന്നെയാണ് നമുക്ക് കിട്ടേണ്ടത് കേട്ടോ. അപ്പോൾ ഞാനിത് ഈ ഒരു രീതിയിൽ അത് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ച് വെള്ളം ഏറിപ്പോയ പോലെ തോന്നിയപ്പോൾ ഞാൻ വീണ്ടും കുറച്ച് ഗോതമ്പ് പൊടി കൂടി മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും കൈവച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാണ് കേട്ടോ. ഈ ഒരു രീതിയിൽ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ചെറിയ ചെറിയ ഉരുളകളാക്കിയെടുക്കാം. ഇപ്പോൾ ഒരു ഉരുള ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാം. എന്നിട്ട് ഇതുപോലെ നമ്മൾ ഉരുളകളാക്കി വെച്ചതിന് ശേഷം എലിയുടെയും പല്ലിയുടെയും പാറ്റയുടെയൊക്കെ ശല്യം കൂടുതലായിട്ടുള്ള ഭാഗത്ത് നമ്മളിതൊന്ന് വെച്ച് കൊടുത്താൽ മാത്രം മതി കേട്ടോ.
വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം യൂസ് ചെയ്തുകൊണ്ട് 0 കോസ്റ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കിടിലൻ ടിപ്പ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു ടിപ്പും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഇന്നത്തെ അവസാനത്തെ മെത്തേഡിലേക്ക് പോവാം. അതും ഞാൻ കഞ്ഞിവെള്ളം വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാനിതാ അതേ ബോക്സിലേക്ക് കുറച്ച് കഞ്ഞിവെള്ളമാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പുളിച്ച കഞ്ഞിവെള്ളം തന്നെയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് പാറ്റ ഗുളികയാണ്. ഒരു പാറ്റ ഗുളികയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് തന്നെ അത്യാവശ്യം നമുക്ക് ഉണ്ടാവും കേട്ടോ. ഇതിൻ്റെ ഒരു സ്മെല്ല് ഉള്ള ഭാഗത്ത് പാറ്റയോ പല്ലിയോ ഉറുമ്പോ എലിയോ ഒന്നും ഉണ്ടാവില്ല. അപ്പം ഞാനിതൊരു ഇടികളിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. അപ്പം ഞാൻ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഈ ഒരു പാറ്റ ഗുളിക യൂസ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഗ്ലൗസ് യൂസ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ സേഫ്റ്റിയൊക്കെ കരുതിയിട്ട് വേണം ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ കുഞ്ഞു മക്കളൊക്കെ ഉള്ള വീട്ടിൽ ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. നൈറ്റിൽ നിങ്ങൾ ഈ ഒരു ടിപ്പ് ചെയ്യുക. മക്കൾ എഴുന്നേൽക്കുന്നതിന് മുമ്പേ ഇതെവിടെയാണോ നമ്മൾ വെച്ച് കൊടുത്തിട്ടുള്ളത് ആ ഒരു ഭാഗത്ത് നിന്ന് അതവിടെ തന്നെ ഉണ്ടെങ്കിൽ നിങ്ങൾ മാറ്റാനായിട്ട് മറക്കുകയും ചെയ്യരുത്. അപ്പോൾ ഞാനിത് ആ പാറ്റ ഗുളിക നല്ല രീതിയിൽ തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിതാ ഈ ഒരു കഞ്ഞിവെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ ഒരു പാറ്റ ഗുളിക ഒരു കഞ്ഞിവെള്ളത്തിലേക്ക് അലിഞ്ഞ് ചേരണം കേട്ടോ. നല്ല പോലെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ കണ്ടില്ലേ, നിങ്ങൾക്ക് കാണുന്നുണ്ടാവും നന്നായിട്ട് തന്നെ ഞാൻ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ആ പാറ്റ ഗുളികയുടെ പൊടി നല്ല പോലെ ഇതിലേക്ക് അലിഞ്ഞ് ചേരണം കേട്ടോ. എന്നാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. ഇത് നിങ്ങൾക്ക് പല്ലിയോ എലിയോ ഒക്കെ വരുന്ന ഭാഗങ്ങളിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. പക്ഷേ സ്പ്രേ ചെയ്യുന്നതിനേക്കാൾ നമ്മുടെ സേഫ്റ്റി കൂടി നമ്മൾ കരുതണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് കോട്ടൺ ആണ് കേട്ടോ. പഞ്ഞിയാണ്. അത് ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. സ്പ്രേ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉദ്ദേശിച്ച രീതിയിലല്ല വേറെയുള്ള ഭാഗത്തേക്കൊക്കെ സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. എന്നാൽ ഇതുപോലെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ വെക്കുന്ന ഭാഗത്ത് മാത്രമേ അതാവുള്ളൂ. ആ ഒരു ഭാഗം മാത്രം നമ്മൾ ക്ലീൻ ചെയ്തെടുത്താൽ മതിയാവും. എന്നിട്ട് ഞാൻ ആ ഒരു മിക്സിലേക്ക് ഈ ചെറുതാക്കി വെച്ചിട്ടുള്ള പഞ്ഞിയുടെ കഷ്ണങ്ങൾ മുഴുവനായിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് കഞ്ഞിവെള്ളമൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഞാൻ ഉപയോഗിച്ചിട്ടുള്ള ആ ഒരു കോട്ടൺ നന്നായിട്ട് ഡിപ്പ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കഞ്ഞിവെള്ളം മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഒത്തിരി വെള്ളത്തിൽ നിങ്ങളൊരു പാറ്റ ഗുളിക യൂസ് ചെയ്യരുത്. നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം മാത്രം എടുത്തിട്ട് അതിലേക്ക് മാത്രമേ ആഡ് ചെയ്യാവൂ കേട്ടോ. അപ്പോൾ ഞാനിതാ ഈ ഒരു പഞ്ഞി മുഴുവനായിട്ട് ഇതിൽ ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും ഓരോ കോട്ടൻ്റെ പീസ് നമുക്കൊന്ന് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എടുക്കുന്ന സമയത്ത് കാണുന്നുണ്ടാവും ജസ്റ്റ് ഇതുപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കുന്നുണ്ട് ചെറുതായിട്ട് കേട്ടോ. എന്നിട്ട് ഞാൻ ആദ്യം ഇത് വെച്ച് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ സിങ്കിലാണ്. സിങ്കിലൊക്കെ നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ചെറിയ ചെറിയ പ്രാണികൾ അല്ലെങ്കിൽ പാറ്റ പല്ലി ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ വെച്ച് കൊടുക്കുകയാണെങ്കിൽ പല്ലി ശല്യമൊന്നും ഉണ്ടാവില്ല. പിന്നെ ഞാൻ വെച്ച് കൊടുക്കാൻ പോകുന്നതാ വേറെ ഒരു കോട്ടൻ്റെ പീസും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ഞാൻ വെച്ച് കൊടുക്കുന്നത് ഇലയിലാക്കിയിട്ടാണ് കേട്ടോ. അപ്പോൾ ആ ഇലയോട് കൂടി തന്നെ ഞാൻ ഗ്യാസിൻ്റെ അടിയിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇവിടേക്കാണ് എനിക്ക് ഏറ്റവും കൂടുതലായിട്ട് പല്ലിശല്യമൊക്കെ ഉള്ളത്. ഇതുപോലെ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഏത് ഭാഗത്താണോ പല്ലിശല്യമൊക്കെ കൂടുതലുള്ളത് ആ ഒരു ഭാഗത്ത് ഇതുപോലെ വെച്ച് കൊടുത്താൽ മതി. വെച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതുപോലെ ഇലയിലോ അതല്ലെങ്കിൽ ചിരട്ടയിലൊക്കെ ആക്കിയിട്ട് വെച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം കുഞ്ഞു മക്കളൊക്കെ ഉള്ള വീട്ടിലെ അപകടങ്ങൾ വിളിച്ചു വരുത്തും. അപ്പോൾ അതാ കണ്ടില്ലേ, ഞാൻ ഇതുപോലെയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഞാൻ ജനലിൻ്റെ പിറകിലാണിത് വെച്ച് കൊടുത്തിട്ടുള്ളത്. കർട്ടനൊക്കെ ഉള്ളതുകൊണ്ട് കർട്ടൻ്റെ പിറകിലൊക്കെ എപ്പോഴും ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ ടോയ്ലറ്റിൽ ഫ്ലഷ് ടാങ്കിൻ്റെ മുകളിലൊക്കെ ആയിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. പിന്നെ ഇതുപോലെ കർട്ടനൊക്കെ ഉള്ള ജനലിൻ്റെ വശങ്ങളിൽ ഇതുപോലെ എവിടെയാണോ നമുക്ക് പല്ലിശല്യമൊക്കെ കൂടുതലായിട്ടുള്ളത് ആ ഒരു ഭാഗത്ത് ഇതുപോലെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ആ ഒരു ഭാഗത്ത് പല്ലിശല്യമോ അതല്ലെങ്കിൽ എലിയോ ഉറുമ്പോ പാറ്റയോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ കാണിച്ചിട്ടുള്ള ഈ 3 രീതി നിങ്ങൾക്ക് യൂസ്ഫുള്ളായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇത്രയും നേരം എൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇൻഷാ അല്ലാഹ് അടുത്തൊരു കിടിലൻ വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.